കുവൈറ്റിലെ വാണിജ്യ വ്യവസായ മന്ത്രാലയം 2026 109 നമ്പർ മന്ത്രിതല പ്രമേയം പുറപ്പെടുവിച്ചു. ഇന്റർമീഡിയറി ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകൾക്കും ഡെലിവറി സേവനദാതാക്കൾക്കും ആപ്ലിക്കേഷനുകൾക്കും സമഗ്രമായ നിയന്ത്രണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഉപഭോക്തൃ സംരക്ഷണം സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഡിജിറ്റൽ വാണിജ്യത്തിനായി ഒരു നിയമപരമായ ചട്ടക്കൂട് സ്ഥാപിക്കുന്നു. കുവൈറ്റിലെ ഡിജിറ്റൽ വാണിജ്യ മേഖലയിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും ഉപഭോക്തൃ സംരക്ഷണം ശക്തമാക്കുന്നതിനുമായി വാണിജ്യ വ്യവസായ മന്ത്രാലയം 2026 109 നമ്പർ മന്ത്രിതല പ്രമേയം പുറപ്പെടുവിച്ചു. രാജ്യത്ത് അതിവേഗം വളരുന്ന ഇ-കൊമേഴ്സ്, ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ എന്നിവയ്ക്കായി സമഗ്രമായ ഒരു പുതിയ നിയമപരമായ ചട്ടക്കൂടാണ് മന്ത്രാലയം അവതരിപ്പിക്കുന്നത്. ഭക്ഷണ വിതരണം, ഗ്രോസറി, ഫാർമസി, മറ്റ് റീറ്റെയിൽ ഉൽപ്പന്നങ്ങൾ എന്നിവ ഓർഡർ ചെയ്യാനും വിതരണം ചെയ്യാനും ഉപയോഗിക്കുന്ന എല്ലാ ഓൺലൈൻ ആപ്ലിക്കേഷനുകൾക്കും പ്ലാറ്റ്ഫോമുകൾക്കും ഈ പുതിയ നിയമം ബാധകമാണ്. ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയുള്ള ഡെലിവറികൾക്ക് വ്യാപാരികളിൽ നിന്ന് ഈടാക്കാവുന്ന കമ്മീഷനും മറ്റ് പരസ്യ ഫീസുകളും ചേർത്ത് പരമാവധി 17% നിജപ്പെടുത്തി. വ്യാപാരികൾ സ്വന്തമായി ഡെലിവറി നടത്തുന്ന സാഹചര്യത്തിൽ ഇത് 10% ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന ഡെലിവറി ഫീസ് 1 ദിനാർ ആയി പരിമിതപ്പെടുത്തി. ഓർഡർ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഉൽപ്പന്ന വില, കമ്മീഷൻ, ഡെലിവറി നിരക്കുകൾ എന്നിവ വ്യക്തമായി ഉപഭോക്താവിനെ കാണിച്ചിരിക്കണം. ബെസ്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ ടോപ്പ് റേറ്റഡ് പോലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ടാഗുകൾ കൃത്യമായ ഡാറ്റയില്ലാതെ നൽകാൻ പാടില്ല. എല്ലാ സേവനദാതാക്കൾക്കും മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ കൊമേഴ്സ് രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യുകയും ആവശ്യമായ ലൈസൻസുകൾ കരസ്ഥമാക്കുകയും വേണം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുവാനും പരാതികൾ പരിഹരിക്കാൻ വ്യക്തമായ സംവിധാനം ഏർപ്പെടുത്തുകയും വേണം. ഇടപാടുകൾ, വിവരങ്ങൾ കുറഞ്ഞത് 5 വർഷത്തേക്ക് സൂക്ഷിക്കേണ്ടതാണ്. നിയമം നടപ്പിലാക്കുന്നതിനായി സേവനദാതാക്കൾക്ക് 2026 സെപ്റ്റംബർ 1 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.